പ്രേംചന്ദ്രനെ സംസാരിക്കാൻ അനുവദിക്കുന്നത്. ശ്രീ പ്രേംചന്ദ്, സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് 4.5 വർഷം അത് പുറത്ത് വിടാഞ്ഞത് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. പക്ഷേ അത് അങ്ങനെയല്ല അവാചകം എന്നുള്ള കാര്യം നമുക്കറിയാം. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വ്യക്തമാക്കിയാണ് ഹേമ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം ഹേമ കമ്മിറ്റി എന്നൊന്നും ഇനി നിലവിലില്ല. നിലവിൽ സർക്കാരിനാണ് ഇക്കാര്യത്തിൽ പൂർണ്ണ ചുമതല. സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നടപ്പാക്കേണ്ടത്. ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടാൻ തക്ക വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലുണ്ട്, തെളിവുകൾ സർക്കാരിൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ അടച്ചു വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ്, അതാണിപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. പ്രേംചന്ദ്, ശരിയാണോ? ഒന്നും പറയാൻ തോന്നുന്നില്ല സ്മൃതി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാളെ ഈ കേരളത്തിലെ സകല ചാനലുകളിലും വിളിച്ചു വരുത്തി പീഡകർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസംബന്ധങ്ങൾ പറയാൻ ഇത്രയും സ്പേസ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകളെ പറ്റിയിട്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇത്തരം അസംബന്ധങ്ങൾ രാഹുൽ ഈശ്വറിന് തന്നെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അയാൾ ആരാണ് ഇത്തരം ചാനലുകളിൽ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് പറയാൻ ജസ്റ്റിഫൈ ആക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. 2017 നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ അതിനെ ജസ്റ്റ് ശ്രീ പ്രേംചന്ദ് തുടർന്നോളൂ. ക്ഷമിക്കണം, അങ്ങ് തുടർന്നോളൂ. അയാൾ സംസാരിക്കുന്ന തന്നെയാണ് നല്ലത്. സിനിമാ മേഖലയിൽ 7 വർഷമായി ആക്രമികളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ നടത്തുന്ന പ്രഭാഷണങ്ങൾ കേട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വാസ്തവങ്ങൾ പോലും മുക്കിക്കളയുന്ന ഈ ചാനൽ സംസ്കാരത്തിനെതിരെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. എനിക്കൊന്നും പറയാനില്ല. ഇത്ര കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെതിരെ ആർക്കും ചോര തിളയ്ക്കുന്ന പോലുമില്ല. CPM-ൻ്റെ പ്രതിനിധിക്കും ചോര തിളയ്ക്കുന്നില്ല. അത് പന്തി ഭോജനം പോലെ കൊല്ലപ്പെട്ടവരും കൊന്നവരെയും ഒക്കെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ചോറ് തീറ്റുന്ന ഒരു കോൺക്ലേവിനെ കുറിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറിൻ്റെ സ്വപ്നത്തിന് അനുപൂരകമായിട്ടുള്ളൊരു കോൺക്ലേവാണ് നടക്കാൻ പോകുന്നതെങ്കിൽ അത് ഈ ലോകത്തിലെ എല്ലാ അന്യായങ്ങളുടെയും ആഘോഷമായിരിക്കും. അന്യായങ്ങൾക്ക് അറുതി വരാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഈ ചർച്ച കാണുമ്പോൾ തന്നെ ഉറപ്പാകുന്നു. മറ്റൊന്നും പറയാനില്ല. ശ്രീ പ്രേംചന്ദ്, ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കരുത്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ ഒരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ നാവായി വരികയാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ അവരുടെ വാദങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ കണ്ടാൽ മതി. നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ ശബ്ദങ്ങളും ഉണ്ടല്ലോ. അത് നമുക്ക് ശരിയായ ശബ്ദമല്ല എങ്കിൽ കൂടി ആ ശബ്ദം ഉയരും. ആ ശബ്ദത്തിനെതിരെ കൂടുതൽ സത്യത്തോടു കൂടിയുള്ള, സത്യത്തിൻ്റെ തെളിച്ചമുള്ള പ്രതികരണം നമ്മൾ ഇപ്പുറത്ത് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഏകപക്ഷീയമായ ശബ്ദങ്ങൾ മാത്രം കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാകുന്നത്. ശ്രീ പ്രേംചന്ദ്, ആയിക്കോട്ടെ, നല്ല കാര്യം. ഇത് 7 കൊല്ലമായി കേൾക്കുന്നു. പറയൂ ശ്രീ പ്രേംചന്ദ്. ഇത് 7 കൊല്ലമായി കേൾക്കുന്നു. രാഹുൽ ഈശ്വറിൻ്റെ ശബ്ദത്തിനും സർക്കാരിൻ്റെ ശബ്ദത്തിനും ഒരേ ഈണമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ വരുന്നതെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മേൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും നടക്കുന്നില്ല. നമ്മൾ ബാക്ക് ടു കോളം നമ്പർ 1, 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട അവസ്ഥയിൽ മലയാള സിനിമ ഏത് സാഹചര്യത്തിലാണോ നിന്നത് അവിടെ നിന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ഒരു അടൂർ കമ്മിറ്റി ഇവിടെയുണ്ട്. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആ അടൂർ കമ്മിറ്റിയും മരിച്ച് കോൾഡ് സ്റ്റോറേജിൽ കിടക്കുകയാണ്. അതേ അവസ്ഥ തന്നെയായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത്, എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണല്ലോ ശ്രീ പ്രേംചന്ദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.